അമ്മയുടെ സുഹൃത്ത് ക്രൂരമായി മർദ്ദിച്ച 7 വയസ്സുകാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം കുട്ടിക്ക് മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സ നൽകി തുടങ്ങി. കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതി അരുൺ ആനന്ദിനെതിരെ പോക്സോ ചുമത്തി. തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്ത് ക്രൂരമായി മർദ്ദിച്ച കുട്ടിക്ക് മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സ ആരംഭിച്ചു. ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുണ്ടെങ്കിലും തലച്ചോർ നേരിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട്. മർദ്ദനത്തെ തുടർന്ന് തലച്ചോറിന്റെ 90% പ്രവർത്തനവും നിലച്ചിരുന്നു. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനവും തൃപ്തികരമല്ല. കഴിഞ്ഞ ദിവസം കോലഞ്ചേരിയിലെത്തി കുട്ടിയെ പരിശോധിച്ച മെഡിക്കൽ സംഘം കുട്ടിക്ക് വെന്റിലേറ്റർ സഹായം തുടർന്നും നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പരമാവധി ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്താനും സംഘം ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 5 അംഗ ഡോക്ടർമാരുടെ സംഘമാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കോലഞ്ചേരിയിലെത്തി കുട്ടിയെ പരിശോധിച്ചത്. അതേസമയം കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായ പ്രതി കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായും പോലീസ് കണ്ടെത്തി. ഇനി വേറൊരു കേസ് കൂടി എടുക്കണം. ഇദ്ദേഹം മറ്റുള്ള ഈ കുട്ടീനെ തന്നെ സെക്ഷലായിട്ടൊന്ന് ഹറാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ ഒരു ഇതോടുകൂടി തന്നെ നമ്മൾ ഇനി വേറെ കേസ് കൂടി എടുക്കേണ്ടതാണ്. അത് തന്നെ ഇത് ഇപ്പോൾ ഇതായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്നു. അത് പോക്സോ കേസ് വരും. ഈ കൊച്ചിന്റെ പെനിസ് എന്ന് നമ്മൾ നോക്കിയില്ല, ഒരു ചെറിയ ഇതൊക്കെ കാണുന്നുണ്ട്, വീക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ അത് ഡീപ്പായിട്ട് നോക്കിയില്ല, ഇദ്ദേഹം അങ്ങനത്തെ ഒരു ഹാബിറ്റും കൂടി ഉള്ളതായിട്ടാണ് മനസ്സിലാക്കിയത്. പോക്സോ നിയമപ്രകാരം കേസെടുത്ത പ്രതി അരുൺ ആനന്ദിനെ കോടതിയിൽ ഹാജരാക്കി. മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയായ ഇയാൾ മുൻപും കുട്ടികളെ ഉപദ്രവിച്ചിട്ടുള്ളതായി പോലീസ് കണ്ടെത്തി. ഇളയക്കുട്ടിയെ ആക്രമിച്ചതിന് ഇയാൾക്കെതിരെ പ്രത്യേകം കേസെടുക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. അതേസമയം കുട്ടികളുടെ പിതാവിന്റെ മരണത്തെക്കുറിച്ചും അന്വേഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം 9ാം ദിവസവും തുടരുന്നു. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം കാരണം സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രതിസന്ധി നേരിടുകയാണ്. ഇക്കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കളും വിവിധ ഘടകകക്ഷികളും ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. കർണാടകയിലെ ആന്ധ്രാപ്രദേശിലും വിവിധ പരിപാടികളിൽ രാഹുൽ ഗാന്ധി ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച ഈ പൊതുയോഗങ്ങളിൽ സൂചന നൽകാനും സാധ്യതയുണ്ട്. കർണാടകയിലെ ബിദാർ, വയനാട് എന്നീ സീറ്റുകളാണ് രാഹുൽ മത്സരിക്കുന്നതായി പരിഗണിക്കുന്നത്. വിഴിഞ്ഞം പുതിയതുറയിൽ ശശി തരൂരിന്റെ രാഷ്ട്രീയ നാടകം. മീൻ കച്ചവടക്കാരായ വനിതകളെ കൊണ്ടുവന്ന പ്രത്യേകം തയ്യാറാക്കിയ ചന്തയിൽ തരൂർ മത്സ്യമെടുത്തുയർത്തി. തങ്ങളുടെ ചന്ത ഇവിടെയല്ലെന്നും ഇതിനുവേണ്ടി ഇവിടെ വന്നതാണെന്നും വല്ലപ്പോഴും മാത്രമേ ഇവിടെ ഇരിക്കാറുള്ളൂവെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കെതിരെയുള്ള തരൂരിന്റെ പരിഹാസം മറയ്ക്കാനായിരുന്നു ഈ നാടകം. മത്സ്യത്തൊഴിലാളികളെ തന്റെ ട്വിറ്ററിലൂടെ പരിഹസിച്ച ശശി തരൂർ തനിക്കെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങൾ മറയ്ക്കാനായിരുന്നു വിഴിഞ്ഞത്ത് പ്രത്യേകം തയ്യാറാക്കിയ ചന്തയിൽ രാഷ്ട്രീയ നാടകം കളിക്കാൻ തയ്യാറായത്. കോൺഗ്രസിന് മാത്രം സ്വാധീനമുള്ള വിഴിഞ്ഞം കരംകുളത്തെ പുതിയതുറ തെരഞ്ഞെടുത്തതും ഇതിനായിരുന്നു. തരൂർ സ്ഥലത്തെത്തുന്നതിനു മുമ്പ് തന്നെ മുൻമന്ത്രി കൂടിയായ VS ശിവകുമാർ സ്ഥലത്തെത്തി ഒരു മത്സ്യ മാർക്കറ്റിന് സെറ്റിട്ടു. കൃത്യമായി ശശി തരൂർ എത്തുമ്പോൾ എങ്ങനെ അഭിനയിക്കണമെന്ന് മത്സ്യക്കച്ചവടക്കാരായ സ്ത്രീകൾക്ക് ക്ലാസ് എടുത്തു. തുടർന്നായിരുന്നു ശശി തരൂർ എന്ന നായകന്റെ വരവ്. സംഭവസ്ഥലത്തെത്തിയ തരൂർ ഒരു ഓക്കാനവുമില്ലാതെ നല്ല ഒന്നാന്തരം ഒരു മത്സ്യം എടുത്തുയർത്തി. പറഞ്ഞുവെച്ചതുപോലെ കയ്യടിയും മുദ്രാവാക്യം വിളിയും ക്യാമറ ഫ്ലാഷുകൾ മിന്നിമറയലും. ഇതാണ് കുറച്ചുനേരം മുമ്പ് മത്സ്യക്കച്ചവടം ചെയ്തിരുന്ന സ്ഥലം. ഇവിടെ തരൂരിനായി സെറ്റിട്ട ചന്ത നാടകം കഴിഞ്ഞ് അഭിനയിച്ചവരെല്ലാം മടങ്ങി. ഈ പ്രദേശത്ത് മത്സ്യ മാർക്കറ്റ് പ്രവർത്തിക്കാറില്ല. തരൂരിന്റെ നാടകത്തിനായി തയ്യാറാക്കിയതാണ് ചന്തയെന്ന് മത്സ്യക്കച്ചവടക്കാരും നാട്ടുകാരും സമ്മതിക്കുന്നു. ഇവിടെ എന്നും ചന്തയുള്ളതാണോ? ഇവിടെ വെച്ച് തന്നെ എന്നും വിൽക്കുന്നത്? ഇന്നിപ്പോ ഇവിടെ കൊണ്ടുവന്ന എന്താ ഇതിനു വേണ്ടി കൊണ്ടുവന്നത്? ഇത് കഴിഞ്ഞ ദിവസം ശശി തരൂർ ഒരു മത്സ്യം എടുത്തുയർത്തുന്ന ചിത്രമാണ്. എന്നാൽ ഇന്ന് പേപ്പറിന്റെ ഒന്നും സഹായമില്ലാതെ മത്സ്യത്തെ എടുത്തുയർത്തി. തരൂർ നടത്തിയ പരിഹാസത്തിന്റെ ജാളിത മറയ്ക്കാനുള്ള രാഷ്ട്രീയ നാടകമായി തന്നെ സാംസ്കാരിക കേരളം ഈ നാടകത്തെ വിലയിരുത്തും. മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിച്ച ശശി തരൂരിന് വേണ്ടി അല്പസമയം മുമ്പാണ് ഈ പ്രദേശത്ത് ഒരു രാഷ്ട്രീയ നാടകം അരങ്ങേറിയത്. എവിടെ നിന്നോ കൊണ്ടുവന്ന മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് മത്സ്യം കൈകൊണ്ടെടുത്തുയർത്തിയാണ് ആ നാടകത്തിന് തുടക്കമായത്.
ക്യാമറാമാൻ ചന്ദ്രശേഖരനൊപ്പം റിനു ശ്രീധർ. സംസ്ഥാനത്ത് കനത്ത ചൂട് മൂലമുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച കാലാവസ്ഥാ വിശകലനത്തിൽ ഇന്നും വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. മധ്യവേനൽ അവധിക്കാലത്ത് സ്കൂളുകൾ നടത്തരുതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശവും പുറപ്പെടുവിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച കാലാവസ്ഥാ വിശകലനത്തിൽ ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന അത്യുഷ്ണത്തിന്റെയും അതിവരൾച്ചയുടെയും സാഹചര്യത്തിൽ CBSE, CISE സ്കൂളുകൾ ഉൾപ്പെടെ ഒരു സ്കൂളിലും മധ്യവേനൽ അവധിക്കാലത്ത് ക്ലാസുകൾ നടത്തരുതെന്ന് ബന്ധപ്പെട്ട എല്ലാ അധ്യാപകർക്കും സ്കൂൾ മാനേജർമാർക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ മധ്യവേനൽ അവധിക്കാലത്ത് പരമാവധി 10 ദിവസം എന്ന് നിജപ്പെടുത്തി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസറിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയ ശേഷം ഒക്കേഷൻ ക്യാമ്പുകൾ നടത്താവുന്നതാണ്. ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് വേനൽ ചൂടിന്റെ ആഘാതമുണ്ടാകാതെ സൂക്ഷിക്കാൻ സ്കൂൾ അധികൃതരും ക്യാമ്പ് സംഘാടകരും സവിശേഷ ശ്രദ്ധ പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. സർക്കുലറിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ ഉറപ്പുവരുത്തണം. പൊതുജനങ്ങൾ 11 മുതൽ 3 മണിവരെയെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതിൽ നിന്ന് ഒഴിവാകണമെന്നും നിർദ്ദേശമുണ്ട്. നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കരുതണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഡ്രോൺ കണ്ടെത്തി. CISF കോംപ്ലക്സിന് പിന്നിൽ നിന്നാണ് ഡ്രോൺ കണ്ടെത്തിയത്. CISF ഉദ്യോഗസ്ഥർ ഡ്രോൺ പോലീസിന് കൈമാറി. അന്വേഷണം ആരംഭിച്ച പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. ശ്രീകാര്യം സ്വദേശി നൌഷാദിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളിൽ നിന്ന് ഡ്രോണിന്റെ റിമോട്ട് ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്തു. എന്നാൽ തനിക്ക് വിദേശത്തുള്ള ബന്ധുവാണ് ഡ്രോൺ നൽകിയതെന്നാണ് നൌഷാദ് പോലീസിന് നൽകിയ മൊഴി. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകരാൻ സീതാറാം യെച്ചൂരി കേരളത്തിലെത്തി. ഇടതുപക്ഷം വൻ വിജയം നേടുമെന്ന് യെച്ചൂരി പറഞ്ഞു. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും യെച്ചൂരി പ്രതികരിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ യെച്ചൂരിക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. It's a democracy. Every party decides whom they want to field and who will fight. So we CPIM's priorities are clearly defined in this election. For the sake of our country, for the sake of our republic, for the sake of the constitutional values of a secular democracy, today defeat of the Modi government, the BJP and its allies is paramount. Our objective is clear. Let every other party decide what is their objective. All our Politburo colleagues have opined on it. I have opined on it earlier. There is nothing more to add on that matter. Yes, I think the Kerala people are mature. When they want a creation of establishment of a secular government at the center. Last time also when such a situation arose in 2004, they gave the LDF 18 out of the 20 seats. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. മണ്ഡലം തിരിച്ചുപിടിക്കാനായി C. ദിവാകരനും മൂന്നാം വിജയത്തിനായി ശശി തരൂരും ആദ്യ വിജയത്തിനായി കുമ്മനം രാജശേഖരനും കളത്തിൽ നിറഞ്ഞാടുകയാണ്. ശക്തമായ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നടക്കുന്നത്. 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഈ മണ്ഡലത്തിലെ ഹൈലൈറ്റും. UDFിൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് ലക്ഷ്യമാക്കിയാണ് LDF C. ദിവാകരനിലൂടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ പോരാട്ടം നടത്തുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ MPയുടെ പാഴായ വാഗ്ദാനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യമൊരുക്കിയതായി C. ദിവാകരൻ പറഞ്ഞു. തിരുവനന്തപുരം പാർലമെന്റിലെ വോട്ട് ചെയ്ത ജനങ്ങളുടെ 10 കൊല്ലത്തെ ദുരന്തം അത് അവസാനിപ്പിക്കണം. ജനങ്ങളാണ് നമ്മുടെ യജമാനന്മാർ. ഇപ്പോൾ ജനങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്, രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ജനങ്ങൾ ആണ് ദൈവമാണ്. കഴിഞ്ഞ 2 തവണത്തെ ആത്മവിശ്വാസവുമായാണ് UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ മണ്ഡലത്തിലെ അംഗം. കേന്ദ്രത്തിലെ ശബ്ദമാകാൻ തന്റെ പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് തരൂർ. എനിക്കൊരു സംശയവുമില്ല, അവർ 10 വർഷക്കാലമായി എന്നെ കാണുന്നതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിനിധി അവർക്ക് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ രണ്ടാമതെത്തിയത് ഇത്തവണ വിജയമാക്കുകയാണ് BJP ലക്ഷ്യം. ഇതിന് ജനങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന് കുമ്മനം രാജശേഖരൻ പറയുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. അതൊന്നും ഇതേവരെ ഉണ്ടാകാൻ ഇത്രയും നാളും ഈ മണ്ഡലത്തെ പ്രതികരിച്ച് പോയവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വികസനം തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും 3 സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് വലിയ പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കത്തുന്ന സൂര്യനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടെ മുന്നണികളുടെ പ്രചാരണം. അതുകൊണ്ട് തന്നെ ഇവിടെ വിജയം ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതും പ്രവചനാതീതമാകുന്നു. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം S. ഷീജ.
തെരഞ്ഞെടുപ്പിനായി 22 നാളുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കും ചൂടേറി. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ രണ്ടാംഘട്ട പര്യടനം ആരംഭിക്കുമ്പോൾ വൻ സ്വീകാര്യതയാണ് വോട്ടർമാർക്കിടയിൽ വീണ ജോർജിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിയും NDA സ്ഥാനാർത്ഥിയായ K സുരേന്ദ്രനും പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്ന പത്തനംതിട്ടയിൽ കടുത്ത ത്രികോണ മത്സരം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പത്തനംതിട്ടയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ 2 മണ്ഡലങ്ങളും കൂടിച്ചേർന്നതാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിലാണ്. വീണ ജോർജിന്റെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുമ്പോൾ ഇതുവരെ മികച്ച സ്വീകാര്യതയാണ് വോട്ടർമാർക്കിടയിൽ വീണയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ ആവശ്യകരമായ സ്വീകരണവും പ്രതികരണവുമാണ്. പ്രത്യേകിച്ച് അമ്മമാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ വളരെ വൈകാരികമായി കരഞ്ഞുകൊണ്ട് ജയിച്ചു വരും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ആവശ്യകരമായിട്ടുള്ള പ്രതികരണമാണ് ലഭിക്കുന്നത്. നിശ്ചയമായിട്ടും കർഷകരിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ വളരെ വലുതാണ്. മറ്റ് കക്ഷികളിൽ നിന്ന് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ളവർ പോലും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കും എന്ന് അതിന് വോട്ട് തരും എന്ന് പറഞ്ഞ് മുന്നോട്ട് വരും. അതേസമയം 2008 മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആന്റോ ആന്റണിയും മികച്ച ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങളുടെ സഹകരണവും പങ്കാളിത്തവും ഈ തെരഞ്ഞെടുപ്പ് വേദികളിൽ കാണുന്നുണ്ട്. 100% വിജയപ്രതീക്ഷയാണുള്ളത്. മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി തുടക്കത്തിൽ പല പേരുകളും ഉയർന്നു കേട്ടെങ്കിലും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ K സുരേന്ദ്രന് തന്നെ നറുക്കുവീണതോടെ ശബരിമല പ്രചരണ വിഷയമായി നേട്ടം കൊയ്യാനാണ് BJPയുടെയും K സുരേന്ദ്രന്റെയും ശ്രമം. ശബരിമല തന്നെയാണ് അത്. ശബരിമല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ നിലനിൽക്കണമെന്നുള്ളതുപോലെ തന്നെ ശബരിമല ലോകോത്തര നിലവാരത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് നിൽക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഓർക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജും UDF സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച് നേട്ടം കൊയ്യാനാണ് BJPയുടെയും K സുരേന്ദ്രന്റെയും ശ്രമം. പത്തനംതിട്ടയിൽ നിന്നും ഗീവർഗീസ് തോമസ്. ഭൂമിയെ സംരക്ഷിക്കാൻ ഇടതു യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് ഭൗമ മണിക്കൂർ ആചരിച്ചു. വൈദ്യുത വിളക്കുകൾ അണച്ചും 1000 ചിരാതുകൾ തെളിച്ചുമായിരുന്നു ആചരണം. പ്രകൃതി നശീകരണവും ആഗോളതാപനവും മനുഷ്യ സൃഷ്ടിയാണെന്ന സന്ദേശം നൽകുന്നതായിരുന്നു ഇടതു യുവജനങ്ങൾ സംഘടിപ്പിച്ച ഭൗമ മണിക്കൂർ ആചരണം. ഒരു തീപ്പന്തത്തിൽ നിന്ന് അനേകം വിളക്കുകൾ പ്രകാശിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രകൃതിയെ സംരക്ഷിക്കാൻ മനുഷ്യർ കൈകോർക്കണമെന്ന മുദ്രാവാക്യം തീമൊഴിയിലൂടെ നൽകിയത്. ആദ്യ വിളക്ക് KN ബാലഗോപാൽ തെളിച്ചു. സ്റ്റീവ് ഹോക്കിൻസ് മനുഷ്യവംശത്തിന് നൽകിയ മുന്നറിയിപ്പ് KN ബാലഗോപാൽ ഓർമ്മപ്പെടുത്തി. ലോകം വരണ്ടുണങ്ങുമോ എന്നുള്ള സംശയം. ഈ ലോകം ഒരു ചുട്ടുപഴുത്ത ഗ്രഹമാകും. അതുകൊണ്ട് ഈ ഗ്രഹത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് മറ്റ് ഗ്രഹങ്ങളിലേക്ക് ആളുകൾ പോയി താമസിക്കേണ്ടി വരുമെന്ന് നമ്മുടെ പ്രശസ്ത സയന്റിസ്റ്റ് അന്തരിച്ച സ്റ്റീഫൻ ഹോക്കിൻസ് അദ്ദേഹത്തിന്റെ അവസാന ലേഖനങ്ങളിലൊന്നിൽ പറഞ്ഞതുപോലെ പരിസ്ഥിതിയും പ്രകൃതിയും തകർത്താൽ നമ്മുടെ ഈ ലോകത്തിന് ഭാവിയില്ല എന്നുള്ള കാര്യം നമ്മളെല്ലാം തിരിച്ചറിയുന്നു. കൊല്ലം ബീച്ചിലായിരുന്നു പ്രകൃതി സ്നേഹികളുടെ ഒത്തുചേരൽ. മന്ത്രി തോമസ് ഐസക്, M മുകേഷ് MLA, K വരദരാജൻ, കൊല്ലം മേയർ രാജേന്ദ്രബാബു, K രാജഗോപാൽ, RS ബാബു, സംവിധായക വിധു വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭൗമ മണിക്കൂർ ആചരണത്തിൽ ബീച്ചിലെത്തിയ കുടുംബങ്ങളും അണിചേർന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തന്റെ സമ്മതിദാനാവകാശം നിർവഹിക്കാൻ മറന്നില്ല. താൻ കൂടി അംഗമായ കൊല്ലം ബാർ അസോസിയേഷന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പിലാണ് തിരക്കുകൾക്കിടയിലും ബാലഗോപാൽ വോട്ട് രേഖപ്പെടുത്തിയത്. UDF BJP സ്ഥാനാർത്ഥികളും അഭിഭാഷകരാണെങ്കിലും ഇവർക്ക് 2 പേർക്കും ബാർ അസോസിയേഷനിൽ വോട്ടില്ലായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് KN ബാലഗോപാൽ കൊല്ലം ബാർ അസോസിയേഷന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനെത്തിയത്. 3 മുന്നണികളെപ്പോലെ വീറും വാശിയിലുമാണ് തെരഞ്ഞെടുപ്പ്. ക്യൂ നിന്നാണ് ബാലഗോപാൽ സഹപ്രവർത്തകരായ അഭിഭാഷകർക്കൊപ്പം വോട്ട് ചെയ്തത്. അഭിഭാഷകരായ സ്ഥാനാർത്ഥികൾ ബാലഗോപാലിനോട് വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ ബാലഗോപാൽ തിരിച്ചും വോട്ട് അഭ്യർത്ഥിച്ചത് കൌതുകം പകർന്നു. ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു കോർട്ട് കോംപ്ലക്സ്. ഇടതു സർക്കാരാണ് അത് യാഥാർത്ഥ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചതെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. കോർട്ട് കോംപ്ലക്സിന് ഇപ്പോൾ എല്ലാ തീരുമാനമായി. തൊട്ടപ്പുറത്ത് NGO ക്വാർട്ടേഴ്സിന്റെ ആ ഭാഗത്ത്, പഴയ ക്വാർട്ടേഴ്സിന്റെ ഭാഗത്ത് വളരെ വിപുലമായ സൗകര്യമുള്ള കോടതി വരുമെന്ന് ഉറപ്പായി. അതെനിക്ക് തോന്നുന്നു കൊല്ലം ബാറിനെ സംബന്ധിച്ചൊരു വളരെ വലിയ നേട്ടമാണ്. ഇത് വേലുത്തമ്പി ദളവയുടെ കാലത്തും അതിനും രാജാ കെ ശ്വാസന്റെ കാലത്തും ഒക്കെയുള്ള
ഒരു പ്രധാന കേന്ദ്രം. അവിടെ പുതിയ കോടതിക്കായിട്ട് സമുച്ചയം വരിക എന്ന് പറഞ്ഞാൽ വലിയ നേട്ടമാണ്. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ട്രയലാണോ വോട്ട് ചെയ്യലെന്ന കമന്റുമായി ചില സുഹൃത്തുക്കളായ അഭിഭാഷകർ ഒപ്പം കൂടി. വീറും വാശിയിൽ നിന്ന് വോട്ട് പിടിച്ചുകൊണ്ട് നിന്ന എല്ലാ മുന്നണികളിൽപ്പെട്ട അഭിഭാഷകരും സ്ഥാനാർത്ഥിയായ ബാലഗോപാലിന് രാഷ്ട്രീയം മറന്ന് ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി VN വാസവന് കടുത്തുരുത്തിയിൽ ഉജ്ജ്വല വരവേൽപ്പ്. മീനവേലിനെ തോൽപ്പിച്ച് അണപൊട്ടിയ ആവേശവുമായി സ്വീകരണ കേന്ദ്രങ്ങൾ. സിയാൽ മോഡൽ റബ്ബർ കമ്പനി രൂപീകരണത്തിന് പിന്തുണ നൽകി ഇടതുപക്ഷത്തിനൊപ്പം അണിചേർന്ന കടുത്തുരുത്തിയിലെ കർഷകർ. കാർഷിക കേന്ദ്രമായ കടുത്തുരുത്തിയുടെ കിഴക്കൻ മേഖലയിൽ കണിക്കൊന്ന പൂക്കളും കാർഷിക വിഭവങ്ങളും നൽകിയാണ് LDF സ്ഥാനാർത്ഥി VN വാസവനെ ജനങ്ങൾ സ്വീകരിച്ചത്. സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കൈയുയർത്തി സ്ഥാനാർത്ഥിയുടെ അഭിവാദ്യം. തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തി സ്ഥാനാർത്ഥി അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക്. പ്രതിസന്ധിയിലായ കർഷകർക്കായി സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ LDFന് അനുകൂലമാകുമെന്ന് VN വാസവൻ പറഞ്ഞു. റബ്ബറിന്റെ നാടായ ഈ മേഖലയിൽ സിയാൽ മോഡലുള്ള ഒരു കമ്പനി ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 200 ഏക്കർ സ്ഥലം കോട്ടയം ജില്ലയിൽ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്വാഭാവികമായി LDF ഗവൺമെന്റ് പറഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിഷയത്തിലും ഗവൺമെന്റിന്റെ ആത്മാർത്ഥത ജനങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് ഇവിടുത്തെ കർഷക സുഹൃത്തുക്കൾ വെച്ചു പുലർത്തുന്നത്. പാലാഴി റബ്ബർ ഫാക്ടറിയുടെ പേരിൽ കേരള കോൺഗ്രസ് കർഷകരെ വഞ്ചിച്ചതും MPയുടെ ഒളിച്ചോട്ടവും വികസന മുരടിപ്പും കടുത്തുരുത്തി മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ സജീവ ചർച്ചയാണ്. ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമായി കടുത്തുരുത്തിയിലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും. കടുത്തുരുത്തിയിൽ നിന്നും ക്യാമറാമാൻ സാംജിത് ആർപ്പൂക്കരയോടൊപ്പം TP പ്രശാന്ത്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ശ്രീകാര്യം സ്വദേശി നൌഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം ചൈനീസ് നിർമ്മിത ഡ്രോൺ തിരുവനന്തപുരത്തും വിവിധയിടങ്ങളിലും പറത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? രേഷ്മ, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ എയർഫോഴ്സ് ബേക്ക് സമീപം ഡ്രോൺ കണ്ടെത്തിയത്. പോലീസ് പ്രാഥമിക വിവരമനുസരിച്ച് തുടർന്ന് പോലീസ് വിമാനത്താവള അധികൃതർ പോലീസിനെ അറിയിച്ചു. പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ ഇത് കളിപ്പാട്ടമാണ്, ചൈനീസ് നിർമ്മിത കളിപ്പാട്ടമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീകാര്യം സ്വദേശി നൌഷാദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ പരിശോധന നടന്നുവരികയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ തലസ്ഥാന നഗരിയിൽ വിവിധ പ്രദേശങ്ങളിൽ ഡ്രോൺ പറത്തിയ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപവും ഡ്രോൺ പറന്നിരുന്നു. അതോടൊപ്പം ISROയ്ക്ക് സമീപവും ഡ്രോൺ പറത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ ഇത് കളിപ്പാട്ടമാണ് പറത്തിയത് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകൾ പോലീസ് നടത്തിവരികയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല. എന്തായാലും ഇന്നലെ കണ്ടെത്തിയത് ഒരു കളിപ്പാട്ടമാണ്. അത് വിദൂര നിയന്ത്രിത കളിപ്പാട്ടമാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരം നിഗമനത്തിലാണ് പോലീസും എത്തിയിട്ടുള്ളത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് നൌഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. നാഷണൽ സെക്യുലർ കോൺഫറൻസ് INL-ൽ ലയിച്ചു. കോഴിക്കോട് ചേർന്ന ലയന സമ്മേളനം INL അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. ലയനം LDF-ന് കരുത്തു പകരുമെന്ന് നേതാക്കൾ പറഞ്ഞു. INL LDF ഘടകകക്ഷി ആയതിനു ശേഷമാണ് PT റഹീം MLA നേതൃത്വം നൽകുന്ന നാഷണൽ സെക്യുലർ കോൺഫറൻസുമായുള്ള ലയനം. ഇടതുമുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്ന NSC ലയിക്കുന്നതോടെ INL-ന്റെ അടിത്തറ വിപുലമാകും. കോഴിക്കോട് ചേർന്ന ലയന സമ്മേളനം INL അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. LDF will give us honor to represent the Muslim community as well as other weaker sections through INL in LDF. മോദി ഭരണത്തിന്റെ 5 വർഷം അവിശ്വാസത്തിന്റെയും ഭീതിയുടെയും അന്തരീക്ഷമാണ് രാജ്യത്തുണ്ടാക്കിയതെന്ന് LDF കൺവീനർ A വിജയരാഘവൻ പറഞ്ഞു. NSC INL ലയനം LDF-ന് കരുത്തു പകരുമെന്നും വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു. INL-ഉം നമ്മുടെ NSC-യും ലയിക്കുന്നതോടുകൂടി അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ്. ഇന്നുള്ള ആ 2 പാർട്ടികളുടെയും ശക്തി എന്നതിനപ്പുറത്തേക്കുള്ള പുതിയ വിധാനങ്ങളിലേക്ക് അത് സ്വാധീനം ചെലുത്താൻ പോവുകയാണ്. ലയന പ്രഖ്യാപനം PT റഹീം MLA നിർവഹിച്ചു.
LDF ഘടകകക്ഷി നേതാക്കളായ കാനം രാജേന്ദ്രൻ, മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ, KT ജലീൽ, MV ശ്രേംസ്കുമാർ, കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാർ, ആന്റണി രാജു എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊന്നാനി പേയ്മെന്റ് സീറ്റാണെന്ന PK ഫിറോസിന്റെ ആരോപണത്തിന് മറുപടിയില്ലെന്ന LDF കൺവീനർ A വിജയരാഘവൻ. പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തും പറയുന്ന ആളാണ് ഫിറോസ് എന്നും ആരോപണം PK കുഞ്ഞാലിക്കുട്ടി ഉന്നയിച്ചാൽ മറുപടി പറയാമെന്നും വിജയരാഘവൻ കോഴിക്കോട് പറഞ്ഞു. സ്വയം പബ്ലിസിറ്റിക്ക് വേണ്ടി കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇറക്കുന്ന ഒരു ആളാണ് അയാൾ. ഒരു ജോക്കർ തമാശ പറയുന്ന പോലെ കുട്ടിയാണ്. അത് കുഞ്ഞാലിക്കുട്ടി പറയട്ടെ, അപ്പൊ പറയാം. വേനൽ കടുക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രീതിയും മാറുന്നു. ചൂടിനെ അതിജീവിക്കാൻ വിശറിയുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാറിന്റെ പ്രചാരണാർത്ഥമാണ് വിശറികൾ എത്തിയത്. കൊടും ചൂടാണ് കോഴിക്കോട്. പ്രചാരണമാണെങ്കിൽ കൊഴുക്കുകയും ചെയ്യുന്നു. ചൂടുകാലത്ത് പൊതുജനങ്ങൾക്കിടയിലേക്ക് പ്രചാരണത്തിന്റെ തണുത്ത കാറ്റ് പകരാൻ എത്തുകയാണ് A പ്രദീപ് കുമാറിന്റെ ചിരിക്കുന്ന മുഖമുള്ള വിശറികൾ. കൊടുംചൂടിൽ പാളയത്തെ കച്ചവടയോരത്ത് വിശറികളെത്തിയപ്പോൾ ആശ്വാസത്തിന്റെ ചിരിയുമായാണ് കച്ചവടക്കാർ വരവേറ്റത്. പ്രദീപ് കുമാർ വിജയിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് അവിടെയുള്ളവർ പങ്കുവച്ചത്. നല്ല ഉപകാരമല്ലേ? കാരണം എന്താ വെച്ചാല് ഇങ്ങനെ ചൂട് കാറ്റ് വരുമ്പോ അതിങ്ങനെ വീശിയാണെങ്കിലും പ്രദീപേട്ടനാണ് ഞങ്ങളുടെ കയ്യിൽ. പ്രചാരണത്തിന് വിശറികളെത്തിക്കാൻ തീരുമാനിച്ചതിനു പിന്നിലെ നല്ല മനസ്സാണ് LDF പ്രവർത്തകർ പറയുന്നത്. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ വോട്ടർമാർക്ക് കൂടി ഗുണപരമാവുന്ന രൂപത്തിലുള്ളൊരു പ്രചരണം എന്നുള്ള നിലക്കാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയുടെ പ്രചരണമുള്ള വിശറികൾ ഇത്തരത്തിൽ പാളയം മാർക്കറ്റ്, വലിയങ്ങാടി പോലുള്ള കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്നു. ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഇത്തിരി ആശ്വാസം പകരുന്ന പ്രചാരണ രീതിയെ മാതൃകയാക്കണമെന്ന് പറയുന്നവരുമുണ്ട് അക്കൂട്ടത്തിൽ. ഏതായാലും പ്രചാരണ രംഗത്ത് വ്യത്യസ്തമാവുകയാണ് പ്രദീപ് കുമാറിന്റെ ചിത്രം ആലേഖനം ചെയ്ത വിശറികൾ. വേനൽ കടുക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രൂപവും ഭാവവും മാറുകയാണ്. ആവേശവും പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. ആലത്തൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം തീർത്താലും തീരാത്ത കടപ്പാടുമായി PK ബിജു മോഹനൻ നായരെ കാണാനെത്തി. സാമ്പത്തിക പരാധീനതകൾ മൂലം 10ാം ക്ലാസ്സിൽ പഠനം നിർത്താനൊരുങ്ങിയ PK ബിജുവിന് മുന്നിൽ അച്ഛന്റെ സുഹൃത്തും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ ഡിവിഷൻ ജീവനക്കാരനുമായിരുന്ന മോഹനൻ നായരാണ് സഹായവുമായി എത്തിയത്. തുടർ പഠനത്തിനായി മോഹനൻ നായർ കയ്യിൽ ചുരുട്ടി നൽകിയ 150 രൂപയാണ് PK ബിജു എന്ന പൊതുപ്രവർത്തകന് ജീവിതത്തിൽ തോൽക്കാതിരിക്കാനുള്ള ഊർജം നൽകിയത്. റെയിൽവേ കോളനിക്കടുത്ത് വിദ്യാനഗറിലെ 51ാം നമ്പർ വീട് സോപാനം. PK ബിജു എത്തിയപ്പോൾ വീടിന് പുറത്തിറങ്ങി മോഹനൻ നായർ ചേർത്ത് പിടിച്ച് സ്വീകരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് സാമ്പത്തിക പ്രയാസത്താൽ പഠനമുപേക്ഷിക്കാനൊരുങ്ങിയ ആ 15-കാരനെ ചേർത്ത് പിടിച്ച അതേ സ്നേഹത്തോടെ മാഞ്ഞൂരിലെ കൂലിപ്പണിക്കാരായ പറയൻപറമ്പിൽ കുട്ടപ്പന്റെയും ഭവാനിയുടെയും മകൻ ബിജുവിന് ഉന്നത വിദ്യാഭ്യാസം സ്വപ്നമായിരുന്നു. പാതിവഴിയിൽ ഉപേക്ഷിക്കാനൊരുങ്ങിയ സ്വപ്നത്തിന് ചിറക് നൽകി പുതിയ ആകാശം നൽകിയത് മോഹനൻ നായരാണ്. അന്ന് നൽകിയ 150 രൂപയുമായി മാന്നാനം KE കോളേജിന്റെ പടികയറിയ PK ബിജു പ്രീ ഡിഗ്രിയും PGയുമെല്ലാം പൂർത്തിയാക്കി 29 വർഷങ്ങൾക്കിപ്പുറം പോളിമർ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയത് ചരിത്രം. വിദ്യാഭ്യാസം നേടണം എന്നുള്ള ഒരാഗ്രഹം അന്നൊക്കെ അവസാനിപ്പിക്കേണ്ടി വന്നേനെ. അപ്പോൾ തീർച്ചയായിട്ടും മോഹനേട്ടൻ്റെ ഒരു കരുണയും കാരുണ്യവും സ്നേഹവും ഒക്കെയാണ് എന്നെപ്പോലുള്ള ഒരാളെ പിന്നീട് പ്രീ ഡിഗ്രി പാസ്സായി ഡിഗ്രി പോകാൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ, അതിനുശേഷം അതിൽ ഗവേഷണം നടത്താൻ ഒക്കെയുള്ള ഒരു വലിയ ശക്തിയും പ്രചോദനമായത്. യഥാർത്ഥത്തിൽ നമ്മുടെ എൻ്റെ വിദ്യാഭ്യാസത്തിന് സഹായിച്ച ആളുകൾ ഒരിക്കലും മറക്കാനാവാത്ത ഒട്ടേറെ മുഖങ്ങളുണ്ട്. അപ്പം അവരുടെ എല്ലാം സഹായം കൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയും, ഞാൻ എന്ന വ്യക്തി ഇന്ന് കാണുന്ന ഒരു PK ബിജു ആയി മാറിയത് യഥാർത്ഥത്തിൽ എത്രയോ ആളുകളുടെ സഹായം കൊണ്ടാണ്. പഠനവും പോരാട്ടവും ഒരുമിച്ച് കൊണ്ടുപോയ PK ബിജു SFI അഖിലേന്ത്യാ പ്രസിഡന്റായിരിക്കെ 10 വർഷങ്ങൾക്ക് മുമ്പ് ആലത്തൂരിലെത്തി. ജീവിതത്തിലെ പ്രശ്നങ്ങളെ പതിവ് ചിരികൊണ്ട് മറച്ചു പിടിച്ച് ജനപക്ഷ രാഷ്ട്രീയം പറഞ്ഞാണ് 2 തവണ പാർലമെന്റിലെത്തിയത്. മോഹനൻ നായർക്കും ഇത് അഭിമാന നിമിഷം. കുട്ടന് ആവശ്യമിലും സഹായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ചുമതലയായിട്ട് തന്നെയാണ് ഞാൻ കണ്ടത്. എല്ലാ വിത്തുകളും മുളയ്ക്കാത്ത ഒരുപാട് വിത്ത് മണ്ണിനടിയിലുണ്ടല്ലോ. മുളച്ച ധാരാളം വിത്തുകളിൽ ഒരെണ്ണം വളർന്ന് വളരെ വലുതായി. അത് ആ ഭാഗ്യം എനിക്കാ കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. തീച്ചൂളയിൽ ഊതിക്കാച്ചിയെടുത്ത ജീവിതമായതിനാൽ തന്നെ അധികം തോൽക്കേണ്ടി വന്നിട്ടില്ല.
ആലത്തൂരിലും തുടർന്നുള്ള ജീവിതത്തിലും അത് ആവർത്തിക്കുമെന്നുറപ്പുള്ള മോഹനൻ നായർ വിജയാശംസകൾ നേർന്നാണ് പ്രിയ സുഹൃത്തിന്റെ മകനെ യാത്രയാക്കിയത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം ഹൃദയം കീഴടക്കിക്കൊണ്ട് പ്രചാരണവുമായി മുന്നോട്ടു പോവുകയാണ് പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം പി രാജേഷ്. മണ്ഡലത്തിലെ പുതിയ വോട്ടർമാരിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുമെന്നാണ് എം പി രാജേഷിന്റെ പ്രതീക്ഷ. പ്രചാരണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം പി രാജേഷിന് വലിയ സ്വീകാര്യതയാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് വിക്ടോറിയ കോളേജിലെത്തിയ എം പി രാജേഷിനെ ആവേശകരമായ മുദ്രാവാക്യം വിളികളോടെ ഗുൽമോഹർ പൂക്കൾ നൽകി ചുവപ്പ് ഹാരമണിയിച്ച് വിദ്യാർത്ഥികൾ വിക്ടോറിയയുടെ മണ്ണിലേക്ക് വരവേറ്റു. തുടർന്ന് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ജീവനക്കാരെയും എല്ലാം നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. 85,000-ലധികം പുതിയ വോട്ടർമാരാണ് പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണയുള്ളത്. പുതിയ വോട്ടർമാർ ഇടതുപക്ഷത്തെ പിന്തുണക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എം പി രാജേഷ് പറഞ്ഞു. പുതിയ വോട്ടർമാർ, ചെറുപ്പക്കാർ എപ്പോഴും പുരോഗമനപരമായ ആശയങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണ്. വിക്ടോറിയയ്ക്കും അങ്ങനെ ഉജ്ജ്വലമായ ഒരു ചരിത്രമുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വിക്ടോറിയയുടെ ഈ ആവേശകരമായിട്ടുള്ള സ്വീകരണം ഈ കൊടും വെയിലിനെ ഒരു നിലാവ് പോലെയാക്കി മാറ്റുന്നുണ്ട്. മൂന്നാംഘട്ട പ്രചാരണത്തിൽ ബൂത്ത് തല പര്യടനത്തിലാണ് എം പി രാജേഷ്. ബൂത്ത് തല പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിന് ഞായറാഴ്ച പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സമാപനമാവും. 3 ഘട്ടങ്ങളിലായി മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലുമെത്തി വോട്ടർമാരെ നേരിട്ട് കാണും. രണ്ടാം ഘട്ട ബൂത്ത് തല പര്യടനത്തിന് നാളെ അട്ടപ്പാടിയിൽ നിന്ന് തുടക്കമാവും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരുപ്പൂരിൽ ബസ് അപകടം. തിരുപ്പൂർ പത്തനംതിട്ട ബാംഗ്ലൂർ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ 30 യാത്രക്കാർ ഉണ്ടായിരുന്നു. 23 പേർക്ക് പരിക്കുണ്ട്. ഒരാളുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ തിരുപ്പൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ടവർക്ക് അടിയന്തര ചികിത്സയ്ക്കുള്ള നടപടി സ്വീകരിക്കാൻ ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ KSRTCക്ക് നിർദ്ദേശം നൽകി. ചെറുകഥാകൃത്തും മാധ്യമപ്രവർത്തകനുമായിരുന്ന അഷ്റഫ് ആഡൂർ അന്തരിച്ചു. 48 വയസ്സായിരുന്നു. കാടാച്ചിറ ആഡൂറിലെ വീട്ടിലായിരുന്നു അന്ത്യം. പക്ഷാഘാതത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ബ്രെക്സിറ്റ് കരാർ വീണ്ടും പാർലമെന്റിൽ വോട്ടിനിടാനുള്ള സാധ്യത തേടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ. കരാറിൽ പിന്തുണ നേടാൻ 3 തവണയും പരാജയപ്പെട്ടെങ്കിലും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് തെരേസ മേ. അതേസമയം തെരേസ മേയുടെ രാജി എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തുന്നത്. യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള ബ്രെക്സിറ്റ് കരാർ പാർലമെന്റിൽ കൊണ്ടുവരാനുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയുടെ ശ്രമം 3ാം തവണയും MP-മാർ വോട്ടിനിട്ട് തള്ളിയിരുന്നു. ഏറ്റവും ഒടുവിൽ തെരേസ മേ പരിഷ്കരിച്ച ബ്രെക്സിറ്റ് കരാർ 286-നെതിരെ 344 വോട്ടുകൾക്കാണ് പാർലമെന്റ് തള്ളിയത്. കരാറിനെ പിന്തുണച്ചാൽ രാജിവെക്കാമെന്ന് തെരേസ മേ പ്രഖ്യാപിച്ചെങ്കിലും പ്രതിപക്ഷമായ ലേബർ പാർട്ടി ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നാകട്ടെ പൂർണ്ണ പിന്തുണ നേടാനും തെരേസ മേയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കരാറിൽ അടിമുടി മാറ്റം വരുത്തിയാൽ പോലും അംഗീകരിക്കപ്പെടുമെന്നും ഉറപ്പുമില്ല. 4ാം തവണയും കരാർ പരാജയപ്പെട്ടാൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുകയും ചെയ്യും. അതേസമയം ബ്രെക്സിറ്റ് കരാർ സംബന്ധിച്ച് നാളെ പാർലമെന്റിൽ ചർച്ചയായേക്കും. തീരുമാനമായില്ലെങ്കിൽ കരാർ ദീർഘകാലമായി നീട്ടുകയോ കരാറില്ലാതെ യൂറോപ്യൻ യൂണിയൻ വിടുകയോ എന്നതാണ് ബ്രിട്ടന് മുന്നിലുള്ള പോംവഴി. അതേസമയം നിലവിലെ സാഹചര്യം പരിശോധിക്കാൻ യൂറോപ്യൻ യൂണിയൻ ഏപ്രിൽ 10-ന് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. കട്ടപ്പന നന്ദിലത്ത് ജി മാർട്ടിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ബമ്പർ സമ്മാനം നറുക്കെടുപ്പ് നടന്നു. കട്ടപ്പന സ്വദേശി ജിൻസ് ജോസഫാണ് ഭാഗ്യശാലി. ബമ്പർ സമ്മാനമായ മാരുതി ആൾട്ടോ കാറാണ് ജിൻസ് ജോസഫിന് ലഭിച്ചത്. നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി താക്കോൽ ദാനം നിർവഹിച്ചു. നന്ദിലത്ത് ജി മാർട്ട് ഭാരവാഹികളടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു.